ഏറ്റവും ബുദ്ധിയും അല്ലെങ്കിൽ ഏറ്റവും നന്നായി പഠിക്കുന്നു എന്ന് പറയുന്ന കുട്ടികൾ അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് എന്താണോ ജീവിതത്തിൽ നേടാൻ സാധിക്കേണ്ടത് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയില്ല. ശാരീരിക ക്ഷമതയില്ലാത്തതുകൊണ്ട് എത്ര വയസ്സിലാണ് അവർ മരിച്ചു പോകുന്നത്, രോഗഗ്രസ്തരാകുന്നത്. അപ്പോൾ ഇന്ന് കേരള സമൂഹം, ഭാരത സമൂഹവും ലോകമൊക്കെ അറിയുകയാണ് ബുദ്ധിവികാസം കൊണ്ട് കാര്യമില്ല, മാത്രം കാര്യമില്ല, ബുദ്ധിവികാസം കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ കുട്ടിയുടെ ഈ ബുദ്ധി നമ്മളെ നയിക്കുന്നതാണെങ്കിൽ നമ്മുടെ അറിവുകൾ കൊണ്ട് നമുക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട രഥം നമ്മുടെ ശരീരമാണ്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ഈ ധർമ്മം ചെയ്യാനുള്ള ശരീരമില്ലാതെ, അതുകൊണ്ട് നമ്മുടെ ചിന്ത ആദ്യമേ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചു, ഈ ശരീരത്തിനുള്ള പ്രാണനെക്കുറിച്ച് ചിന്തിച്ചു. അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൻ്റെ, ശരീരവും പ്രാണനൊക്കെ ഉണ്ട്, നല്ല നല്ല രോഗമില്ലാത്ത അവസ്ഥയാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, നല്ല ശക്തിയുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനനുസരിച്ചാണ് ഈ ശരീരം പ്രവർത്തിക്കുക. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഉള്ള ഒരു സമഗ്ര വികാസം, അതാണ് പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത്.